ഇനി കാശ് വല്ലതും കിട്ടാതിരുന്ന എന്ത് ചെയ്യും അപ്പോട്ടാ? നിന്നെ കൊന്നു കുഴിച്ചു മൂടും. ഉള്ള വസ്തുവും കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ കാശ് തരില്ലെന്നോ? എനിക്കൊന്നും അറിയണ്ട. ഡേ, മോള് പിണങ്ങിയ ഡാഡിക്ക് പിന്നെ ആരാ ഉള്ളത്? വിഷമായി കാണും. ശരിക്കും വിഷമായി കാണോ? ഞാൻ പണം കൊടുക്കുന്നതിൽ സഹായിക്കുന്നതിലൊന്നും നീ കണക്ക് കൂട്ടി വിഷമിക്കണ്ട. ഞാൻ എൻ്റെ കാശാ കൊടുക്കുന്നേ, അല്ല നിന്റെ റബ്ബർ വിറ്റ കാശൊന്നും അല്ല. നീ ആരാ അവളെ ശകാരിക്കാനും ശാസിക്കാനും? മായേ, പോയിട്ടെന്തായി? എന്താ പീറ്റർ കണ്ടില്ലേ? ഇല്ല, പീറ്ററേട്ടൻ ബാംഗ്ലൂരാ. ബാംഗ്ലൂരോ? അതെ. എന്ന് വരുമെന്നറിയോ? 2-3 ദിവസം കഴിയും. പീറ്ററേട്ടൻ വന്നാലും ആ കാശ് കിട്ടുന്ന കാര്യം സംശയമാണെന്നാ തോന്നുന്നത്. സംശയോ? എന്താ? മോളേച്ചിയുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാ തോന്നിയത്. അതെന്താ അങ്ങനെ? ഇപ്പൊ തന്ന വില തന്നെ കൂടുതലാണെന്ന നിലയിലാ സംസാരിക്കുന്നത്. അതെന്തിനാടാ? വസ്തുവിന്റെ വില ഉറപ്പിച്ച് കച്ചവടം സംബന്ധിച്ച് അഡ്വാൻസ് തന്ന ശേഷം ആ വില തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അത് മര്യാദയാണോ? ഇതവൻ നമ്പരാ. അവൻ ബാംഗ്ലൂരിൽ മദ്രാസിലൊന്നും പോയി കാണില്ല, അവിടെ തന്നെ കാണും. പാത്തിരുന്ന് ഭാര്യയെ കൊണ്ട് പറയിച്ചതാവും. ഇപ്പോ നിന്നെ ചേർത്തുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ അണഞ്ഞില്ലേ? ഇനിയിപ്പോ അധികം പണം തന്ന് സഹായിച്ചിട്ടും ലാഭമില്ലെന്ന് അവൻ മനസ്സിലായി കാണും. അവനല്ലേ ആള്. മുടക്കിയ കാശിന്റെ 3 ഇരട്ടി തിരിച്ചു കിട്ടാതെ എന്ത് ബിസിനസ്? ദൈവദോഷം പറയരുത്. പീറ്ററേട്ടൻ ഇതൊന്നും അറിഞ്ഞു കാണില്ല. ഇത് പീറ്ററേട്ടൻ അറിയാതെ മോളേച്ചി പറഞ്ഞതാന്നാ എനിക്ക് തോന്നുന്നത്. പീറ്ററേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചതിക്കില്ല. ഇനി കാശ് വല്ലതും കിട്ടാതിരുന്ന എന്ത് ചെയ്യും അപ്പോട്ടാ? നിന്നെ കൊന്നു കുഴിച്ചു മൂടും. ഉള്ള വസ്തുവും കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ കാശ് തരില്ലെന്നോ? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞൊരു വാക്ക് വലിക്കണം. നിന്റെ രക്ഷകർത്താവല്ലേ? ചില സങ്കടം പറയോ, ഭീഷണിപ്പെടുത്തോ, എന്ത് വേണോ ചെയ്തോ? എനിക്ക് കാശ് കിട്ടണം, മറ്റൊന്നും എനിക്കറിയണ്ട. എന്റെ മാനസികാവസ്ഥ അപ്പോട്ടൻ എന്താ മനസ്സിലാക്കാത്തത്? കിട്ടാനുള്ള സംഖ്യയേക്കാൾ കൂടുതൽ തന്ന് സഹായിക്കാൻ പീറ്ററേട്ടന് ഞാനുമായി രക്തബന്ധമൊന്നുമില്ലല്ലോ. ആ, ഇപ്പൊ അങ്ങനെയായോ? പിന്നെന്തിനായിരുന്നു നാഴികയ്ക്ക് 40 തൊട്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നത്? വെറുതെ ഒരു നേരം പോക്കിനാ? സ്വന്തം ഭർത്താവിനേക്കാൾ വിശ്വസ്തനായിരുന്നു അവൻ നിനക്ക്. എന്നിട്ടിപ്പോ കാര്യം വന്നപ്പോ സൗകര്യപൂർവ്വം കൈമടത്തി കാണിച്ചു. എനിക്കിപ്പോ ഒരു സംശയം, ഇതൊക്കെ നീയും അവനും കൂടി കളിക്കുന്നൊരു നാടകമാണോന്ന്. ഇഷ്ടപുരുഷനല്ലേ? അവ അഭിനയിക്കാൻ പറഞ്ഞാൽ നീ അഭിനയിക്കുമല്ലോ. നർത്തകിയായതുകൊണ്ട് ഭാവാഭിനയവും കൈവശമുണ്ട്. എന്ത് വന്ന് പറഞ്ഞാലും അവസാനം എത്തി നിൽക്കുന്നത് ഈ നശിച്ച സംശയത്തില്. എനിക്ക് ശരിക്കും മടുത്തു. എന്നാ പിന്നെ ഇനി എന്തിനാ ഇങ്ങനൊരു താമസം? മടുപ്പൊഴിവാക്ക സ്വയം ഒഴിഞ്ഞു പോകരുതോ? ദേ, എനിക്കിതിന്റെ കണ്ണീരൊന്നും കാണണ്ട. ആര്യ എന്ന തന്റേടിയായ പെണ്ണിന്റെ ശല്യം എന്നെയും നിന്നെയും വിട്ടൊഴിഞ്ഞു പോകണമെങ്കിൽ അവളോട് പറഞ്ഞ വാക്ക് പാലിച്ചു പറ്റൂ. എത്രയും വേഗം പറഞ്ഞുറപ്പിച്ച തുക വാങ്ങിക്കുക. ഇല്ലെങ്കിൽ വരുന്നതൊക്കെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കും. ആന്റി അറിഞ്ഞോ? എന്താ? ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. എന്നാ മോള് പറയാം. മോടെ മമ്മിയും ഡാഡിയും കൂടി കല്യാണം കഴിച്ചിട്ട് 6 വർഷം തികയാ. ഇപ്പൊ അറിഞ്ഞോ? ഇപ്പൊ അറിഞ്ഞു. ഇതുപോലെ മോൾ ആന്റിയോട് പറഞ്ഞാലല്ലേ ആന്റിക്ക് അറിയൂ. അല്ലാതെ ആന്റി അറിഞ്ഞു എന്ന് ചോദിച്ചാ ആന്റി എങ്ങനെ അറിയാനാ? മോളെന്താ വല്ലാതിരിക്കുന്നേ? ഡാഡിയോട് മോള് പിണങ്ങി. ഇനി മിണ്ടില്ല. അതെന്തിനാ? ഡാഡി പാവല്ലേ? വേണ്ടായിരുന്നു. മോള് മിണ്ടിയില്ലെങ്കിൽ ഡാഡിക്ക് വിഷമാവില്ലേ? ആവട്ടെ, എന്നാലും മിണ്ടില്ല. മോളോടും മിണ്ടണ്ട. എന്താ കാര്യം?
മോള് ചോദിച്ചിട്ട് ഡാഡി സ്വീറ്റ്സ് വാങ്ങി തന്നില്ല. മോൾക്ക് എന്തിനാ ഇപ്പൊ സ്വീറ്റ്സ്? ഏ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കാനാ. എല്ലാരും സ്വീറ്റ്സ് കൊണ്ടുവരും, ഇതുപോലെ അവരുടെ പാരൻസിന്റെ കല്യാണ ദിവസങ്ങളിൽ. അവരവരുടെ അച്ഛനും അമ്മയ്ക്കും ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കാറുണ്ട്. മോക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങി തന്നാൽ എന്താ ഡാഡിക്ക് അയക്കാൻ? മോളെ, ഈ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വാങ്ങി അയക്കുന്നതേ ദൂരെ ഇരിക്കുന്ന ഡാഡിക്കും മമ്മിക്കുവാ. മോളുടെ ഡാഡി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉം? എങ്കിലും മോള് ഡാഡിയോട് പിണങ്ങിയതേ കഷ്ടായിപ്പോയി. ഡാഡി പാവല്ലേ. ഡേ, മോള് പിണങ്ങിയ ഡാഡിക്ക് പിന്നെ ആരാ ഉള്ളത്? വിഷമായി കാണും. ശരിക്കും വിഷമായി കാണുമോ? സാരമില്ല, മോള് പോയി സോറി പറയാം, ഒരു ഉമ്മയും കൊടുക്കാം. അത് മതി. അപ്പൊ ഡാഡിയുടെ വിഷമവും മാറും, മോളുടെ പിണക്കവും മാറും. മോള് പോയിട്ട് വരട്ടെ ഡാഡിയോട് സോറി പറയാൻ. വേഗം ചെല്ല. ശ്യാമേട്ടാ, ചായ. ശ്യാമേട്ടൻ എന്താ ആലോചിക്കുന്നേ? പഴയ കാര്യങ്ങളിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. ഓർക്കാൻ വലിയ സുഖമുള്ള ഓർമ്മയൊന്നുമല്ല, എങ്കിലും ഈ ദിവസം ഓർക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസമായത്. പണ്ട് ഒത്തിരി പ്രതീക്ഷകളോടെ കാത്തിരുന്ന് ഒടുവിൽ പ്രതീക്ഷകൾ അസ്ഥാനത്തായ എൻ്റെ സ്വപ്നങ്ങളുടെ കരുദിനം. മോള് പറഞ്ഞു ഇന്ന് ശ്യാമേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അവൾ വലിയ പരിഭവത്തിലാണ് പോയത്. അവൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സ്വീറ്റ്സ് വാങ്ങി കൊടുക്കാത്തതിന്. പാവം കുട്ടി ഇപ്പോൾ വന്ന് എന്നോട് സോറി പറഞ്ഞിട്ട് പോയി, എന്നോട് പരിഭവിച്ചതിന്. കുട്ടിയുടെ മനസ്സിൽ അത്രയെങ്കിലും ഉണ്ട്. അവളുടെ അമ്മ ചിലപ്പോൾ അറിയുന്ന കൂടി ഉണ്ടാവില്ല, ഓർക്കാൻ കൂടി സമയം ഉണ്ടാവില്ല ഈ ദിവസത്തെ പറ്റി. ഓർക്കാതിരിക്കോ? അത് ശ്യാമേട്ടന് തോന്നുന്നതാവും. ഏതായാലും ഒരു സ്ത്രീയല്ലേ അവര്. എങ്കിൽ മറക്കാൻ കഴിയില്ല ഈ ദിവസത്തെ. ഒരു ഭാര്യയ്ക്ക് സ്വന്തം പിറന്നാളിനേക്കാളും പ്രാധാന്യം ഈ ദിവസത്തിന്. സാധാരണ സ്ത്രീകളുടെ കാര്യമല്ലേ ഊർമിള ഉദ്ദേശിച്ചത്? അവളൊരു എക്സ്ട്രാ ലേഡിയാ. തനിക്കറിയോ, നിയമപരമായ ബന്ധം വേർപെടുത്താൻ ഒരു ഡിവോഴ്സിന് പോലും വഴങ്ങാതെ എന്നെ ശിക്ഷിക്കുക അവള്. ചിലപ്പോൾ സമയമുണ്ടാവില്ല, തിരക്കല്ലേ. ജീവിതത്തിൽ ആഘോഷങ്ങൾ ഒഴിഞ്ഞ് നേരം ഉണ്ടാവണ്ടേ? ഒക്കെ ശരിയാവും ശ്യാമേട്ടാ. എങ്ങനെ ശരിയാവുന്ന ഊർമിള പറയുന്നത്? ആ പ്രതീക്ഷയുണ്ടായിരുന്നു മുമ്പ്, ഇനി പ്രതീക്ഷിച്ചിട്ട് അർത്ഥമില്ലാന്ന് മനസ്സിലായി. മോളുടെ കാര്യത്തിലേ പ്രയാസമുള്ളൂ. അമ്മയില്ലാതെ അവൾ വളരേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പം പ്രശ്നമില്ല, അവൾ കുറച്ചുകൂടി വളർന്ന അമ്മ വേണ്ടിടത്ത് അമ്മ തന്നെ വേണ്ടേ? ഭാവിയിൽ അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റുമോ? ശ്യാമേട്ടൻ പ്രതീക്ഷ പൂർണ്ണമായി ഉപേക്ഷിക്കാതെ ജീവിതം മനസ്സിലാക്കി ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് ഗായത്രി തിരിച്ചു വന്നാലോ? അന്ന് മുതൽ അവൾക്ക് ഞാൻ ഭക്തനാവും. രാവിലെയും വൈകുന്നേരവും തിരുവച്ച് തൊഴും. അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചാൽ വരില്ല എന്ന് അത്രയ്ക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ ക്യാരക്ടർ ശരിക്കും അറിയാവുന്നതുകൊണ്ടാ എനിക്കിത്ര ഉറപ്പ്. ഒരു സ്ത്രീക്കുണ്ടാകുന്ന സ്ത്രീ സഹജങ്ങളായ സ്നേഹവും വാത്സല്യവും ഒന്നും അവളിൽ തൊട്ട് നീണ്ടിയിട്ടില്ല.
അവളുടെ മനസ്സിൽ നിന്നൊരു മാനസാന്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിലും എനിക്ക് വേണ്ട അവളെ. മനസ്സുകൾ അത്രമാത്രം അകന്നു മാറിക്കഴിഞ്ഞു. ഭാര്യയിൽ നിന്നേറ്റ തിരിച്ചടി കൊണ്ട് നിരാശനായ ഒരു വ്യക്തിയുടെ വേദന അമർഷവുമാ ഞാനിപ്പോ ശ്യാമേട്ടനിൽ കാണുന്നത്. അതെ, അത്രയ്ക്ക് ഭീകരമായിരുന്നു എനിക്കെൻ്റെ ലൈഫ്. ഓർക്കാനൊന്നുമില്ല. സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ച, ലാളിച്ച അമ്മയുടെ ചിത്രം പോലും. അച്ഛൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ ഊർമിള ഹരിക്കൊപ്പം പോയതാണ് ഊർമിളയുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം. തൻ്റെ ട്രാജഡികൾക്കെല്ലാം നിമിത്തമായത് അച്ഛൻ്റെ അമ്മയുടെ ശാപമാണെന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാവരും. എങ്കിൽ എൻ്റെ ദാമ്പത്യ പരാജയത്തിന് കാരണമായത് ആരുടെ ശാപമാണ്? അച്ഛനും അമ്മയും തേടി പിടിച്ചു തന്ന കുട്ടിയാ ഗായത്രി. അവരുടെ പരിപൂർണ സമ്മതത്തോടെ നടത്തപ്പെട്ട വിവാഹം ഞങ്ങളുടേത്. പിന്നെ എങ്ങനെ ആ ബന്ധം ശിഥിലമായി? ഊർമിള ഹരിക്കൊപ്പം എത്രയെത്ര നല്ല ദിവസങ്ങൾ പങ്കിട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു നിമിഷം പോലും ശാന്തി സമാധാനം ഉണ്ടായിട്ടില്ല. വേദനിക്കുന്ന ഭർത്താവിനെ നോക്കി ആത്മാർത്ഥമായി ചിരിക്കുന്ന ഭാര്യ. സ്ത്രീവർഗത്തിന് തന്നെ അവൾ അപമാനാണ് ഊർമിളെ. വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞ് ആ മുഖം ഓർക്കേണ്ടി വന്നതന്നെ മഹാപാപ. ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. പിന്നെ ഇച്ചായനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത ബാധ്യതകളൊന്നും പിടിച്ച് തലയിൽ വെക്കരുതെന്ന്. അപ്പൊ കേക്കില്ല. എന്താ? ആ മായ ഇന്നലെ ഇവിടെ വന്നിരുന്നു ബാക്കി കാശിന്. എനിക്ക് ആ ഗുണ്ടകൾ വന്ന് അന്വേഷിച്ചിട്ട് പോയ ദേഷ്യം ഇരിക്കായിരുന്നു. ശരിക്ക് കൊടുത്തു ഞാൻ. നീ എന്തിനാ മോളി അവളോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോയത്? ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ കാശല്ലേ? കാശ് ശരിയായാൽ ഉടനെ ഞാൻ വിളിച്ചു പറയാമെന്നും പറഞ്ഞിരുന്നതാ. ബാംഗ്ലൂർ പോകുന്ന തിരക്കിനിടയിൽ അത് മറന്നു. തിരികെ വിളിക്കാഞ്ഞിട്ട് അന്വേഷിച്ച് വന്നതാവും. ഇനി കാശ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ അതിലത്ര തെറ്റ്? ലോകത്തൊരിടത്തും ഇല്ലാത്ത വിലയില് നമുക്കെന്തിനാ വസ്തു? ഇച്ചായനവളെ സഹായിക്കാൻ ചെയ്തല്ലേ, ഇനി മതി സഹായമൊക്കെ. ഒത്തിരി സഹായിച്ചില്ലേ? അവളെ നമ്മുടെ ആരും അല്ലല്ലോ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ. ആണെന്ന് കൂട്ടിക്കോ. നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ സഹായിക്കില്ലായിരുന്നോ? പിന്നെ ഞാൻ പണം കൊടുക്കുന്നതിൽ സഹായിക്കുന്നതിലൊന്നും നീ കണക്ക് കൂട്ടി വിഷമിക്കണ്ട. ഞാൻ എൻ്റെ കാശാ കൊടുക്കുന്നേ, അല്ല നിന്റെ റബ്ബർ വിറ്റ കാശൊന്നും അല്ല. നീ ആരാ അവളെ ശകാരിക്കാനും ശാസിക്കാനും? അവള് കാശിന് വേണ്ടി ദിവസവും ഇവിടെ കയറി ഇറങ്ങുമ്പോ അതിന്റെ പേരില് ഇച്ചായം വല്ല തെരുവ് ഗുണ്ടകളുടെയും കത്തിക്ക് മുമ്പിൽ ആയുസ് തീർക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി വന്നാലും പറയും. ഇല്ല, ഇനി നീ ഒന്നും പറയില്ല. നീ പറയാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. അവൾ ഇവിടെ വരെയും ചെയ്യും, ഞാൻ കാശ് കൊടുക്കുകയും ചെയ്യും. എന്നാലും അവളെ സഹായിച്ച അടങ്ങുമല്ലേ? ഇങ്ങനെ ജീവൻ കൊടുത്ത് സഹായിക്കാൻ അവളുടെ ആങ്ങള നിങ്ങളെ എന്താ സഹായിച്ചത്? അയാളെ കൊണ്ട് ചീത്ത പേര് സ്വൈരക്കേട് വല്ലാതെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്തിനാ? എന്ത് സ്മരണയുടെ പേരിലാ? അത് നീ അറിയണ്ട. നീ അറിയേണ്ട കാര്യങ്ങൾ നിന്നെ ഞാൻ അറിയിക്കാം. ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളിൽ ഇടപെട്ട് നീ കുടുംബത്തെ കാര്യസ്ഥയൊന്നും ആവണ്ട. ഇപ്പൊ ഞാനിവിടെ ജീവനോടെ ഉണ്ട്. അതെ, ഇതുപോലെ എന്നും ജീവനോട് കാണാനാ ഞാൻ എത്ര മോശക്കാരിയായി എല്ലാവരോടും വഴക്കിന് പോകുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. അവളുടെ പേരില് ഇച്ചായൻ എന്നോട് കയർക്കുന്നത് കാണുമ്പോ ഒരു സംശയം. എന്നെക്കാൾ ഇപ്പോ ഇച്ചായന് വിലപ്പെട്ടത് അവളാണോന്ന്. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ.